TV പ്രസാദിലേക്ക് പോയാൽ പ്രസാദ്, ഒരുപക്ഷെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഇന്നിപ്പോൾ പകലുടനീളം മഴ കനക്കുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്ത് ഇത്തിരി ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? കാരണം നമ്മൾ ഇന്നിപ്പോൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തലസ്ഥാനത്താണല്ലോ. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. പക്ഷേ നഗരത്തിൽ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മലയോര പ്രദേശങ്ങൾ, ഉൾനാടുകളിലെല്ലാം ഇടവിട്ട് മഴ പെയ്യുകയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ മാറി നിൽക്കുന്ന മഴ പിന്നെയും പെയ്യുന്നു. ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള കാഴ്ചകളാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഉൾനാടുകളിലെല്ലാം വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒരു പടുകൂറ്റൻ മരമാണ് ഇവിടെ കടപുഴകി വീണത്. ഇത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വെറും 500 മീറ്റർ പോലും ഇല്ല തൊട്ടുമാറിയാണ്. അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കൂറ്റൻ മരങ്ങളും കടപുഴകി വീഴുന്നത് നമ്മൾ കാണുകയാണ്. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാകുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത വെച്ച് പെട്ടെന്ന് വെള്ളം കയറും. കുറച്ച് സമയം മഴയൊന്നും മാറി നിന്നാൽ അത് ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് ആശ്വാസം. പക്ഷേ മഴ കുറച്ച് തുടർന്ന് നിന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇനിയിപ്പോൾ തുടർച്ചയായി മഴ പെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വിനീത വ്യാപകമായ നാശനഷ്ടമാണ്. ഇന്നലെ രാത്രി തന്നെ തുടങ്ങി. രാത്രി കനത്ത മഴ പെയ്തതോടുകൂടി നിശാഗന്ധിയിലെ പന്തൽ പൊളിഞ്ഞു വീണു. മാനവീയം വീതിക്കടുത്തുള്ള മറ്റൊരു മരം പൊട്ടി വീണു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാടി. ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് 100 കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗമാണ് തകർന്നത്. 1000 കണക്കിന് വാഴകളാണ് തിരുവനന്തപുരം ജില്ലയിൽ കടപുഴകി വീണത്. അതുപോലെ തന്നെ കൃഷിനാശം വ്യാപകമായുണ്ട്. മാത്രമല്ല ഇതുപോലെയുള്ള വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം അതിവ്യാപകമാണ്. തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം പാറിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. മഴയ്ക്കൊപ്പം വലിയ കാറ്റാണ്. ആ വലിയ കാറ്റ് പലപ്പോഴും ചുഴി പോലെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന. കാരണം വലിയ മരങ്ങളും ചെറിയ മരങ്ങളും ഉൾപ്പെടെ വലിയ തോതിൽ അത് റോഡിലേക്കും അതുപോലെ പറമ്പുകളിലേക്കൊക്കെ മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ്. ഫയർഫോഴ്സ് ആണെങ്കിൽ തലങ്ങും വിലങ്ങും ഓടുകയാണ് നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് ഉൾനാടുകളിലുമെല്ലാം. എന്തായാലും കാലവർഷം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം വലിയ ദുരന്തം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. വിനീത, ശരി, ഏതായാലും ജാഗ്രത വേണം. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്ന് വ്യാപകമായ കൃഷിനാശമൊക്കെ നമ്മൾ കണ്ടു. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളെല്ലാം നമ്മൾ മുറിച്ചു മാറ്റി സുരക്ഷിതരായിരിക്കുക എന്നാണ്. അമ്മയെ പറയുന്നു തൃശ്ശൂരിൽ ചെറിയ ഇടവിട്ടുള്ള മഴ ഉണ്ട് എന്ന്. കാസർഗോഡ് മഴയില്ല എന്ന് ചിലർ പറയുന്നു. അനു പറയുന്നു മഴയായി കണ്ടാൽ മതി, ചതിക്കില്ല എന്നത്. മഴ ചതിക്കില്ല, പക്ഷേ മഴയോടനുബന്ധിച്ച് വരുന്ന മഴക്കെടുതികൾ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ആശങ്കപ്പെടേണ്ടതില്ല, പക്ഷേ മുൻകരുതൽ വേണം എന്നത് തന്നെയാണ് റവന്യൂ മന്ത്രിയും പറഞ്ഞത്. നമുക്ക്